നിങ്ങളുടെ മുടി നല്ലപോലെ നരച്ചതാണോ? എങ്കിൽ ഒരു ടീസ്പൂൺ ആട്ടപ്പൊടി എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത് കൊണ്ടൊന്ന് ഡൈ ചെയ്ത് നോക്കൂ. ഇനി 80 വയസ്സായാലും 90 വയസ്സായാലും നമ്മുടെ മുടി നരയ്ക്കത്തേയില്ല. അടിപൊളി കിടുക്കാത്തി സൂത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആട്ടപ്പൊടി ശരിക്കും നമ്മളെ ഞെട്ടിക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് തരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മുടി നരയ്ക്കാൻ പ്രായമാകേണ്ട ഒരു കാര്യമില്ല അല്ലേ? നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മുടി എല്ലാവരുടെയും മുടി നരച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വെളിയിൽ നിന്ന് മുടിയുടെ നര മാറ്റാൻ ഒരു കെമിക്കലുകൾ ഒന്നും മേടിച്ച് തല യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ഒരു സൂത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ആട്ടാപ്പൊടിയാണ്. ഗോതമ്പ് പൊടി എന്ന് പറയും. ആ ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിത് കടയിൽ നിന്ന് വെളിയിൽ നിന്ന് മേടിച്ചതാണ്. ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അത് ഞാൻ 1 ടീസ്പൂണാണ് ഒരു ബൗളിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഹെന്ന പൗഡറാണ് കേട്ടോ. ഹെന്ന പൗഡർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ബെഞ്ചാരയുടെ ഹെന്ന പൗഡറാണ്. നിങ്ങളുടെ മുടിക്ക് ഏതാണ് നല്ല പിടിക്കുന്നത് അത് നിങ്ങൾ എടുക്കുക. അതിന് അതേ അളവിൽ തന്നെ 1 ടീസ്പൂണ് ഹെന്ന പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് മുതൽ നല്ലപോലെ നര വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കാൽസ്യമൊക്കെ ഒരുപാടുള്ള ഫുഡൊക്കെ കഴിക്കുക. അത് ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മുടി നല്ലപോലെ നരച്ച് വരും കേട്ടോ. കൊച്ചു നാൾ മുതൽ നരച്ച് വരും. അപ്പോൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഫുഡുകളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നോക്കിയിട്ട് വേണം അത് കഴിക്കാൻ. ഇപ്പോഴത്തെ ഫുഡുകൾ വിഷാംശങ്ങളൊക്കെ ചേർന്ന ഫുഡുകളൊക്കെയാണ്. അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുടിക്കൊക്കെ പൊടിഞ്ഞു പോകാനും തലമുടി നരയ്ക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നെല്ലിക്കാപ്പൊടിയുടെ ഔഷധ ഗുണങ്ങളെല്ലാം അല്ലേ. നല്ലപോലെ മുടി കറക്കാൻ സഹായിക്കുന്നതാണ് നെല്ലിക്കാപ്പൊടി. നെല്ലിക്കാപ്പൊടി നരം മാറ്റാൻ മാത്രമല്ല മുടി നല്ല ആർത്ത് കിളുക്കാനും സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എപ്പോഴെപ്പോഴും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഒരളവ് എടുത്തിട്ട് ഒരു ബൗളിലാക്കി വെച്ച് അതിൻ്റെ ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിനീരാണ് കേട്ടോ. അപ്പം ഞാനൊരു കഷ്ണം ഇഞ്ചിനീര് എടുത്തിട്ടുണ്ട്. ഇഞ്ചിനീര് നമുക്ക് ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിനീര് ഈ ഒരു ഇതിന് നല്ലതാണ്. നരം മാറ്റാൻ അടിപൊളിയാണ് ഇഞ്ചിനീരും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്ന കടും ചായയാണ് കേട്ടോ. കട്ടൻ ചായയാണ്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്തതാണ്. ഈ ഒരു കടുപ്പം വേണം നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഈ കടുപ്പത്തിൽ വേണം നമ്മൾ ഇതിവിടെ തയ്യാറാക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതേ ഒരു കടുപ്പമാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കട്ടൻ ചായ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഈ ഒരു മിക്സ് എടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പൊടി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി കേട്ടോ. ഒരുപാട് മുടിയുള്ളവർക്ക് ഇത്രയും തന്നെ ആവശ്യമാണ്. അപ്പോൾ അത് കുറച്ച് മുടിയുള്ളവർക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ടൻ ചായ ഒഴിച്ച് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ എല്ലാവരും ഓർക്കും ഈ ആട്ടപ്പൊടിയും കൊണ്ട് എങ്ങനെ നമുക്കിത് നമ്മുടെ തലയിൽ പുരട്ടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒത്തിരി പേര് കാണും. പക്ഷേ കുഴപ്പമില്ല, പറ്റും. നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആട്ടപ്പൊടി കൊണ്ട് ചപ്പാത്തി, അതുപോലെ ദോശ, പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ ആട്ടപ്പൊടി. അപ്പോൾ നമുക്ക് തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചും തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആ ഒരു ഇത്, നമ്മുടെ ഡൈ ഇതാണ്. ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു രാത്രി ഫുള്ള് വെക്കേണ്ട കാര്യമില്ല. അന്നപ്പം തന്നെ ചെയ്യാം. അന്നപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുടിയിൽ ഫുള്ളായിട്ട് ഒന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നരച്ച മുടി എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. മുടി ഫുള്ളും നമ്മുടെ തലയിൽ ഫുള്ളും തേക്കേണ്ട ഒരു കാര്യവുമില്ല. നരച്ച മുടി ഉള്ളവർ മാത്രം ഇത് തേച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇത് ആഴ്ചയിൽ മാത്രം തേക്കുക. അങ്ങനെ കുറച്ച് നാൾ തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇത്രയും നരച്ച മുടി
നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും. നല്ല റിസൾട്ടാണ് ഇത്. വലിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു കളറാണ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു. ഞാൻ കുറച്ച് എൻ്റെ തലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇക്കയുടെ മീശയിലും കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ ഒരു തുള്ളി എണ്ണമയം കാണാൻ പാടില്ല. നല്ലപോലെ കഴുകി ഉണക്കിയ മുടിയായിരിക്കണം. കറക്റ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇത് വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ ഇത് കഴുകി കളയാവുന്നതാണ്. ഷാമ്പുവോ അതുപോലെ തന്നെ താളിയോ ഒന്നും തേക്കേണ്ട. ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. നമ്മുടെ തലമുടി മാത്രം നരച്ചവർക്ക് മാത്രമല്ല, താടി മീശയൊക്കെ നരച്ച ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇപ്പം നരച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ നരയുള്ള ഭാഗം മാത്രം ചെയ്യാനായിട്ട് ചെറിയതായിട്ട് എനിക്ക് ഇവിടെ എല്ലാം നരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനിത് എൻ്റെ തലമുടിയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇക്കയുടെ മീശയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വൈറ്റ് ഹെയർ എല്ലാം നല്ലപോലെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് ഒറ്റ യൂസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക. എല്ലാ ആഴ്ചയും ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. കണ്ടില്ലേ, ആ വൈറ്റ് കളറെല്ലാം നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എനിക്കിപ്പോൾ അത് നേരത്തെയൊക്കെ അറിയാമായിരുന്നു. വൈറ്റ് കളറിനായി നമ്മുടെ ഹെയർ വൈറ്റ് കളറായിട്ടിരിക്കുന്ന അറിയാമായിരുന്നു. അരച്ച മുടി കാണാമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണ എങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതിനായിട്ട് വെളിയിൽ നിന്ന് നമ്മൾ ഡൈ ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ഡൈ ഒക്കെ പിന്നെയും നമ്മുടെ മുടി നരക്കത്തേ ഉള്ളൂ. അപ്പോൾ കറുത്ത മുടി പോലും പിന്നെ വൈറ്റ് ഹെയർ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഒരിക്കലും നരക്കത്തില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.